ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ഇന്നത്തെ എപ്പിസോഡിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുമ്പ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡിലെ പുതിയ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എവിടെയാണ്? ഹാൽദ്വനിയാണ് ആൻസർ. അപ്പോൾ ഹാൽദ്വനി എന്ന് ആദ്യം പോസ്റ്റ് ചെയ്ത വിജയിക്ക് കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോക ബാലവേല വിരുദ്ധ ദിനം എന്ന്. അപ്പോൾ ലോക ബാലവേല വിരുദ്ധ ദിനം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഉത്തരം ജൂൺ 12. അപ്പോൾ ജൂൺ 12-നാണ് ലോക ബാലവേല വിരുദ്ധ ദിനം ആചരിക്കുന്നത്. വേൾഡ് ഡേ എഗനിസ്റ്റ് ചൈൽഡ് ലേബർ ആചരിക്കുന്നത് ജൂൺ 12-നാണ് ആചരിക്കുന്നത്. ഇതിന് ഓർഗനൈസേഷൻ ചെയ്തിരിക്കുന്നത് ILO ആണ്. ILO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറഞ്ഞാൽ 2020 തീം എന്ന് പറഞ്ഞാൽ COVID-19 പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ലേബർ നൗ മോർ ദാൻ എവർ എന്നുള്ളതാണ് ഈ വേൾഡ് ലേബർ ഡേയുമായി ബന്ധപ്പെട്ട് ബാലവേല വിരുദ്ധ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ILO പറ്റി പറയുമ്പോൾ ILOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. അതുപോലെ അവരുടെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഗേ റൈഡർ ആണ്. അപ്പോൾ ഗേ റൈഡർ ആണ് ഡയറക്ടർ ജനറൽ, ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: ലോക ബാലവേല വിരുദ്ധ ദിനം എന്നുള്ളതാണ് ചോദ്യം. ജൂൺ 12-നാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ILO ആണ്. ഇപ്രാവശ്യത്തെ തീമിനെ പറ്റി നമ്മൾ പറഞ്ഞു. COVID-19 പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ലേബർ നൗ മോർ ദാൻ എവർ എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഫിലിപ്പീൻസിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ശംഭു S കുമരനാണ്. ഇപ്പോൾ മൊറോക്കയിലെ അംബാസഡർ ആയിരുന്നു ശംഭു S കുമരൻ. ഇപ്പോൾ ഫിലിപ്പീൻസിലേക്കാണ് പുതിയ നിയമനം ലഭിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം: കേരള പോലീസിന്റെ സേവനങ്ങൾ വിരൽത്തുമ്പിലെത്തിക്കുവാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കേരള പോലീസ് പുതിയൊരു ആപ്ലിക്കേഷനുമായിട്ട്, മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് വരികയാണ്. അവരുടെ സേവനങ്ങൾ ജനങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പുതിയൊരു മൊബൈൽ ആപ്ലിക്കേഷൻ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നു. പൊൽ ആപ്പ് എന്നാണ് അതിന്റെ ആപ്ലിക്കേഷന്റെ പേര്. പൊൽ ആപ്പ് എന്നാണ് ആ ആപ്ലിക്കേഷന്റെ പേര്. അടുത്ത ചോദ്യം ഇതാണ്: 2020 ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം, പുതിയ ഫിഫ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 108 ആണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 108ാമത്തെ റാങ്കിലാണ് ഇന്ത്യ നിൽക്കുന്നത് ഫിഫയുടെ കണക്ക് പ്രകാരം. അപ്പോൾ 1-ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ബെൽജിയമാണ്. 2-ാം സ്ഥാനം വന്നിട്ട് ഫ്രാൻസ് ആണ്. 3-ാം സ്ഥാനം ബ്രസീൽ. അപ്പോൾ 1 ബെൽജിയം, ഫ്രാൻസ്, ബ്രസീൽ, ഇങ്ങനെയാണ് ആദ്യത്തെ 3 സ്ഥാനക്കാർ. ഇന്ത്യ 108ാം റാങ്കിലാണ് നിൽക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ട്രൈബൽ ഹോസ്റ്റലുകൾക്ക് ISO അംഗീകാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. അപ്പോൾ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ട്രൈബൽ ഹോസ്റ്റലുകൾക്ക് ആദ്യമായിട്ട് ISO അംഗീകാരം ലഭിക്കുന്നത്? ഒഡീഷയിലാണ്. ഒഡീഷയിലെ 44 ട്രൈബൽ ഹോസ്റ്റലുകൾക്കാണ് ഈ അംഗീകാരം ലഭിക്കുന്നത്. അപ്പോൾ ഒഡീഷയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഒഡീഷയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നവീൻ പട്നായിക്കും അതുപോലെ ഗവർണർ എന്ന് പറയുന്നത് ഗണേഷി ലാലുമാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭുവനേശ്വറാണ്. അപ്പോൾ ഒഡീഷയുടെ ക്യാപിറ്റൽ ഭുവനേശ്വറാണ്. നവീൻ പട്നായിക്കാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഗണേഷി ലാലാണ് അവരുടെ ഗവർണർ എന്ന് പറയുന്നത്. 6-ാമത്തെ ചോദ്യം ഇതാണ്: ബാൽ ശ്രമിക് യോജന നിലവിൽ വന്ന സംസ്ഥാനം. അപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് ബാൽ ശ്രമിക് യോജന നിലവിൽ വന്നത്? അപ്പോൾ ലോക ബാലവേല വിരുദ്ധ ദിനാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ഒരു സംസ്ഥാനത്ത് നിലവിൽ വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലാണ് ഈ പദ്ധതി നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിലെ ബാലവേല ചെയ്യുന്ന കുട്ടികളെയും അതുപോലെ തന്നെ അനാഥരായ കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി അവിടുത്തെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പദ്ധതിയാണ് ബാൽ ശ്രമിക് യോജന. ഈ പദ്ധതി പ്രകാരം ഒരു ആൺകുട്ടിക്ക് 1000 രൂപ മാസവും അതുപോലെ പെൺകുട്ടിക്ക് 1200 രൂപ വിദ്യാഭ്യാസ സഹായമായിട്ടാണ് ഗവൺമെന്റ് നൽകുന്നത്. അതുപോലെ തന്നെ ഒരു വർഷം 6000 രൂപയാണ് അവർക്ക് ഇതിനോടൊപ്പം തന്നെ ഇൻസെന്റീവ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ബാൽ ശ്രമിക് യോജന നിലവിൽ വന്നിരിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിനെ പറ്റി നമുക്കറിയാം, ലക്നൗ ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ യോഗി ആദിത്യനാഥാണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ആനന്ദിബെൻ പട്ടേലാണ് ഗവർണർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ഫുൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയ
മാറിയ ആദ്യത്തെ കൺസ്ട്രക്ഷൻ മേഖല ഏത് എന്നുള്ളത്. അപ്പോൾ ഏത് കൺസ്ട്രക്ഷൻ മേഖലയാണ് ആദ്യമായി ഫുള്ളി ഡിജിറ്റലൈസ്ഡ് സംവിധാനത്തിലേക്ക് മാറിയത്? NHAI ആണ്, നാഷണൽ ഹൈവേ റോഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ ഫുള്ളി ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ നാഷണൽ ഹൈവേ റോഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ ഫുള്ളി ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്ന ആദ്യത്തെ കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, പീഡനത്തിനിരയാകുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവരുടെ ശാക്തീകരണത്തിനും വേണ്ടി ഹൈദരാബാദിൽ ആരംഭിച്ചിരിക്കുന്ന പുതിയ പദ്ധതി. അപ്പോൾ ഹൈദരാബാദിൽ പീഡനത്തിനിരയാകുന്ന സ്ത്രീകളെ അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. അത് ഏത് പദ്ധതി എന്നുള്ളതാണ്? സ്ത്രീ, STRW, സ്ത്രീ എന്നുള്ള ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഹൈദരാബാദിലാണ്. അത് പീഡനത്തിനിരയാകുന്ന സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ്. ഇനി ഹൈദരാബാദിനെ പറ്റി നമുക്കറിയാം, തെലങ്കാനയുടെ തലസ്ഥാനമാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. അപ്പോൾ തെലങ്കാനയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ചന്ദ്രശേഖർ റാവു ആണ്. അതുപോലെ T. സുന്ദർ രാജനാണ് ഗവർണർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കുക, 2020 വേൾഡ് ഫുഡ് പ്രൈസ് അവാർഡ് ലഭിച്ചത് ആരാണ്? അപ്പോൾ 2020 വേൾഡ് ഫുഡ് പ്രൈസ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ രത്തൻ ലാലിനാണ്. അപ്പോൾ ഡോക്ടർ രത്തൻ ലാലിനാണ് വേൾഡ് ഫുഡ് പ്രൈസ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡിൽ, അതായത് കാർഷിക മേഖലയിലെ നോബൽ പ്രൈസ് എന്നാണ് ഈ വേൾഡ് ഫുഡ് പ്രൈസ് അവാർഡിനെ അറിയപ്പെടുന്നത്. അപ്പോൾ കാർഷിക മേഖലയിലെ നോബൽ പ്രൈസ് എന്നാണ് വേൾഡ് ഫുഡ് പ്രൈസ് അവാർഡിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ഇന്ത്യൻ അമേരിക്കൻ സയന്റിസ്റ്റ് ആണ് ഡോക്ടർ രത്തൻ ലാൽ എന്ന് പറയുന്നത്. ഈ അവാർഡ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് USA ആണ്. ബാർബറ സ്റ്റിൻസൺ ആണ് ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് USA ആണ്. അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ബാർബറ സ്റ്റിൻസൺ ആണ് ഇതിന്റെ പ്രസിഡന്റ്. അപ്പോൾ ഈ വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ആണ് ഈ അവാർഡ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ലോകത്തിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ കണ്ടെയ്നർ ട്രെയിൻ ഓടിയ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഏത് സ്റ്റേഷനിലാണ് ലോകത്തിലെ ആദ്യമായിട്ടുള്ള ഡബിൾ ഡെക്കർ കണ്ടെയ്നർ ട്രെയിൻ ഓടിയിരിക്കുന്നത്? അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഗുജറാത്തിലെ പാലൻപൂർ ബൊത്താഡ് എന്ന് പറയുന്നത്, ഗുജറാത്തിലെ പാലൻപൂർ ബൊത്താഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഈ 7.57 മീറ്റർ ഉയരമുള്ള ഡബിൾ ഡെക്കർ കണ്ടെയ്നർ ട്രെയിൻ ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ലോകത്തിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ കണ്ടെയ്നർ ട്രെയിൻ ആണ്. അപ്പോൾ ഓടിയിരിക്കുന്ന സ്റ്റേഷൻ ഇന്ത്യയിലെ ഗുജറാത്തിൽ പാലൻപൂർ ബൊട്ടാഡ് എന്ന് പറയുന്ന ട്രെയിൻ സ്റ്റേഷനുകളിലാണ്. വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിൽ വരുന്ന ട്രെയിൻ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷനിലാണ് ഇത് ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ടുതാഴെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.